നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനായിട്ടുള്ള MLA, എറണാകുളത്തിൻ്റെ MLA ശ്രീ PJ വിനോദ് അവർകളെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ കൊച്ചിയുടെ മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ, കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ നവാസ് മീരാൻ, മുൻ പ്രസിഡന്റ് ശ്രീ ഇമ്പായ് മേത്തർ, വേദിയിലെ ബഹുമാന്യരായ 1973 സന്തോഷ് ട്രോഫിയിൽ കേരളത്തിലെ ഇതിഹാസ പുരുഷന്മാരായി മാറിയ പ്രിയപ്പെട്ട ഫുട്ബോൾ താരങ്ങളെ, അവരുടെ കോച്ചായി പ്രവർത്തിച്ച ബഹുമാന്യനായ സൈമൺ സുന്ദർരാജ് അടക്കമുള്ള വേദിയിലെ ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഫുട്ബോൾ പ്രേമികളെ, വളരെ വൈകിയാണ് ഞാനിവിടെ എത്തിയത്. ഈ പരിപാടിക്ക് മേയർ എന്നോട് വരണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊരു അസൗകര്യം ഇങ്ങനെ ഉണ്ട്, പക്ഷെ അതിൽ വരാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എങ്ങനെയും ഇവിടെ എത്തിച്ചേരണം എന്ന ഒരാഗ്രഹത്താലാണ് ഇവിടെ ഇന്ന് എത്തിയിട്ടുള്ളത്. തീർച്ചയായും നഗരസഭയുടെ ഈ ഇനിഷ്യേറ്റീവിനെ പ്രത്യേകം ഞാൻ ഈ സന്ദർഭത്തിൽ മേയറെ അനുമോദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. 2023 MLA കപ്പ് എന്നുള്ള നിലയിൽ എറണാകുളം നിയോജക മണ്ഡലത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു ഫുട്ബോൾ മത്സരം മഹാരാജാസ് കോളേജിൽ നടത്തിയപ്പോൾ അന്ന് ഈ സന്തോഷ് ട്രോഫിയിൽ വിജയിച്ച അന്നത്തെ 73 ടീമിനെ MLA കപ്പിൽ ഞാൻ ആദരിക്കുകയുണ്ടായി. അതിൽ നിന്ന് വ്യത്യസ്തമായി നഗരത്തിലെ മുഴുവൻ കലാലയങ്ങളിലെയും കോളേജുകളിലെയും അതുപോലെ തന്നെ ഫുട്ബോൾ ക്ലബ്ബുകളെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് മനോഹരമായ ഈ രാജേന്ദ്ര മൈതാനത്ത് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് എന്തുകൊണ്ടും നന്നായി എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ഫുട്ബോളിലൂടെ 1973 ഈ ഫുട്ബോൾ സന്തോഷ് ട്രോഫി നേടുന്നതിലൂടെയാണ് കേരളത്തിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ, ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയൊരു ഇതിഹാസമായി ഫുട്ബോൾ മാറിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ഫുട്ബോളിൻ്റെ രംഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്രിക്കറ്റ് പോലെ തന്നെ IPL പോലെ തന്നെ ഫുട്ബോളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അത്തരമൊരു സാമൂഹ്യ സാഹചര്യത്തിൽ ഈ 73 സന്തോഷ് ട്രോഫി നമുക്കറിയാം, അന്നത്തെ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റായ ശ്രീ ഇമ്പായ് മേത്രയുടെ എല്ലാം നേതൃത്വത്തിൽ താൽക്കാലികമായി നിർമ്മിച്ച സ്റ്റേഡിയത്തിൽ 50,000-ഓളം കാണികളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് അന്ന് ഈ സന്തോഷ് ട്രോഫി നേടാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യം ഒരു ചരിത്ര ഇതിഹാസമായി ഇന്നും നിലനിൽക്കുകയാണ്. ആ ചാമ്പ്യൻഷിപ്പിൽ സന്തോഷ് ട്രോഫിയിൽ പങ്കെടുത്ത് വിജയിച്ച 50 വർഷം പൂർത്തീകരിക്കും ഇന്നും പത്തരമാറ്റുള്ള താരങ്ങളായി കേരളത്തിലെ ഫുട്ബോൾ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ഫുട്ബോൾ താരങ്ങളുടെയും മനസ്സിൽ ഇന്നും കുടികൊള്ളുന്ന പ്രിയപ്പെട്ട താരങ്ങളാണ് ഇവിടെ ഇന്ന് ഈ സ്റ്റേജിലുള്ളത്. തീർച്ചയായും അവരെല്ലാവരെയും ഒറ്റവാക്കിൽ അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ബഹുമാനായ കൊച്ചി മേയറുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ ഇനിഷ്യേറ്റീവിനെ ഞാൻ പ്രത്യേകം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അഭിവാദ്യം ചെയ്യുന്നു, അനുമോദിക്കുന്നു. എല്ലാവർക്കും ഒറ്റവാക്കിൽ പുതിയ ന്യൂ ഇയറിൻ്റെ ആശംസകൾ നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.